ഇസ്ലാം, യഹൂദ, ക്രിസ്തുമതങ്ങളിൽ പ്രവാചകത്വം എന്നത് പൊതുവായ ഒരു ആശയമാണ്. വളരെ ശ്രേഷ്ഠമായ ആശയം എന്ന രീതിയിലാണ് പ്രവാചകത്വത്തെ ബൈബിളിലും ഖുർആനിലും നിർവചിച്ചിരിക്കുന്നത്. ആയതിനാൽ ദൈവത്തിന്റെ പ്രവാചകന്മാരെ ഈ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾക്കിടയിൽ മികച്ചവരും അവരുടെ പെരുമാറ്റവും ജീവിതവും കൊണ്ട് മനുഷ്യരാശിക്ക് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ പിന്തുടരേണ്ട ഉത്തമ ഉദാഹരണമുള്ളവരായാണ് നാം അവരെ പ്രതീക്ഷിക്കേണ്ടത്. ബൈബിളിലും ഖുർആനിലും പ്രതിപാദിച്ചിട്ടുള്ള പ്രവാചക ചരിത്രങ്ങളെ നാം വീക്ഷിക്കുമ്പോൾ ഒരു വേദഗ്രന്ഥത്തിൽ മാത്രമാണ് അവരുടെ ജീവിതം പ്രവാചകത്വമെന്ന ആശയത്തിന് ഉതകുന്ന രീതിയിൽ നീതി പുലർത്തുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. വിഗ്രഹാരാധന എന്ന വളരെ നീചമായ പാപം ചെയ്യുന്നതിൽ പങ്കാളിയായി എന്ന് പറയുന്നതിലൂടെ ബൈബിൾ ഹാറൂൻ അഥവാ അഹരോൻ പ്രവാചകനെ നിന്ദിക്കുന്നു. പുറപ്പാട് 32 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ പറയുന്നത്, ജനങ്ങൾ അഹരോന്റെ അടുക്കൽ വന്നു പറഞ്ഞു, നീ ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. അഹരോൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കാതുകളിലെ പൊൻകുണുക്ക് പറിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. അവരത് കൊണ്ടുവന്നപ്പോൾ അഹരോൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. സർവ്വതും സൃഷ്ടിച്ച ഒരു ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഏകദൈവ വിശ്വാസം ഇസ്രായേലി ജനതയ്ക്കുമേൽ പകർന്നുകൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട പ്രവാചകന്മാരായിരുന്നു മോശയും അഹരോനും. എന്നാൽ ഒരു പ്രവാചകൻ എന്ന നിലയിൽ ദൈവത്തോടുള്ള ഈ അടിസ്ഥാന കടമ നിർവഹിക്കുന്നതിൽ പോലും അഹരോൻ പരാജയപ്പെട്ടു. ബൈബിൾ പ്രകാരം ഇസ്രായേൽ ജനത കാളക്കുട്ടിയെയുണ്ടാക്കി അതിനെ ആരാധിച്ചത് മൂലം ദൈവം അവരെ പ്ലേഗ് മുഖാന്തരം ശിക്ഷിച്ചു. എന്നാൽ ഇസ്രായേൽ ജനതയ്ക്ക് കാളയുടെ വിഗ്രഹത്തെ നിർമ്മിച്ചു കൊടുത്ത അഹരോനെ ദൈവം ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. സാധാ ജനങ്ങളെ അപേക്ഷിച്ച് ദൈവത്തിന്റെ പ്രവാചകന്മാർക്ക് കൂടുതൽ അറിവും ഉത്തരവാദിത്തവും ഉള്ളവരായിരിക്കേണ്ടതാണല്ലോ. എന്നാൽ ഇവിടെ കാണുന്നത് അതിന് വിപരീതവും. എന്നാൽ ഖുർആനിലെ കഥയുമായി ഇത് താരതമ്യം ചെയ്യുമ്പോൾ അഹരോൻ അഥവാ ഹാറൂൻ പ്രവാചകൻ വിഗ്രഹാരാധന എന്ന വൻ പാപത്തിൽ നിന്ന് മുക്തനും പരിശുദ്ധനുമാണെന്നാണ് പ്രതിപാദിക്കുന്നത്. ഹാറൂൻ നബി അല്ല, മറിച്ച് സാമരി എന്ന ആളാണ് കാളയുടെ വിഗ്രഹമുണ്ടാക്കി ഇസ്രായേൽ ജനതയെ വഴിപിഴപ്പിച്ചത്. ഹാറൂൻ പ്രവാചകൻ തന്റെ ജനതയെ കാളയെ ആരാധിക്കുന്നതിന് തൊട്ട് താക്കീത് ചെയ്യുന്നതാണ് ഖുർആനിൽ കാണാൻ കഴിയുന്നത്. ഖുർആൻ 20:90. ഹാറൂൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ജനങ്ങളെ, ഈ കാളക്കുട്ടി മൂലം നിങ്ങൾ പരീക്ഷിക്കപ്പെടുക മാത്രമാണുണ്ടായത്. തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് പരമകാരുണ്യകനത്രേ. അതുകൊണ്ട് നിങ്ങളെന്നെ പിന്തുടരുകയും എന്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക. ബൈബിളിൽ പ്രസ്താവിച്ച കഥയ്ക്ക് വിരുദ്ധമായി ഖുർആനിലേക്ക് വരുമ്പോൾ അഹരോൻ പ്രവാചകനെ ദൈവത്തിന്റെ മഹാന്മാരായ പ്രവാചകരിൽ ഒരുവനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ദാവീദ് പ്രവാചകനും അദ്ദേഹത്തിനു മേലുള്ള വ്യഭിചാര ആരോപണവും. ദാവീദ് പ്രവാചകൻ വളരെ ഗുരുതരമായ പാപങ്ങൾ ചെയ്തതായാണ് ബൈബിളിൽ പ്രതിപാദിക്കുന്നത്. സാമുവൽ 11 2 മുതൽ 5 വരെയുള്ള വചനങ്ങൾ. ദാവീദ് രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച് ആ സ്ത്രീയെപ്പറ്റി അന്വേഷിപ്പിച്ചു. അവൾ ഊരിയാവിന്റെ ഭാര്യയായ ബത്ശേബയാണെന്നറിഞ്ഞു. ദാവീദ് ദൂതരെ അയച്ചു അവളെ വരുത്തി. അവൾ അവന്റെ അടുക്കൽ വന്നു. അവൻ അവളോടുകൂടെ ശയിച്ചു. അവൾ തന്റെ വീട്ടിലേക്ക് മടങ്ങി. ആ സ്ത്രീ ഗർഭം ധരിച്ചു. താൻ ഗർഭിണിയായിരിക്കുന്നു എന്ന് ദാവീദിന് വർത്തമാനം അയച്ചു. ബത്ശേബ മറ്റൊരാളുടെ ഭാര്യയായിരുന്നു. അവൾ തന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചു എന്ന് ദാവീദ് അറിഞ്ഞപ്പോൾ താൻ ചെയ്ത പാപം പരസ്യമായി ഏറ്റുപറഞ്ഞ് കുഞ്ഞിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് പകരം ദാവീദ് അവളുടെ ഭർത്താവിനെ വധിച്ചു. ഒരുപക്ഷെ ഇതിലും വിചിത്രമായതെന്തെന്നാൽ ഇവർ ചെയ്ത പാപത്തിന് പകരമായി ഇവരുടെ അവിഹിത ബന്ധത്തിൽ ഉണ്ടായ കുട്ടിക്ക് ദൈവം മാരകരോഗം ഇട്ടുകൊടുത്തു. അവസാനം ആ കുഞ്ഞു മരിക്കുന്നു. എന്നാൽ ഇത് ബൈബിൾ പ്രകാരം തന്നെയുള്ള നീതിയുടെ അടിസ്ഥാന തത്വത്തിന് വിരുദ്ധമാണ്. ആവർത്തനം 24:16 പറയുന്നത്, മക്കൾക്കു പകരം അപ്പന്മാരും അപ്പന്മാർക്ക് പകരം മക്കളും മരണശിക്ഷ അനുഭവിക്കരുത്. താൻ തന്റെ പാപത്തിന് താൻ മരണശിക്ഷ അനുഭവിക്കണം. പഴയ നിയമപ്രകാരം കുഞ്ഞിനു പകരം ദാവീദും ബത്ശേബയുമായിരുന്നു അവരുടെ പാപത്തിന് പകരമായി മരണശിക്ഷ അനുഭവിക്കേണ്ടിയിരുന്നത്. ഇത്തരം കഥകൾ ദാവീദ് പ്രവാചകനെ മോശമാക്കുന്നതിനോടൊപ്പം തന്നെ ദൈവം അനീതി ചെയ്യുന്നതും ചിത്രീകരിക്കുന്നു. എന്നാൽ ഖുർആൻ പ്രകാരം ബൈബിളിലെ കഥകളിൽ നിന്ന് വ്യത്യസ്തമായ ദാവൂദ് നബി വ്യഭിചാരം, കൊലപാതകം തുടങ്ങിയ വൻ പാപങ്ങളിൽ നിന്ന് മുക്തനും പരിശുദ്ധനുമാണ്. രണ്ട് കൂട്ടർക്കിടയിലെ ഒരു പ്രശ്നത്തിന് തീർപ്പ് കൽപ്പിക്കുന്നതിനിടയിൽ തനിക്ക് ഒരു ചെറിയ തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്ന വിനീതനായ ദാവൂദ് നബിയെയാണ് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഖുർആൻ അധ്യായം 38 24-25 വചനങ്ങൾ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന്
അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് നാം അത് പുറത്തു കൊടുത്തു. തീർച്ചയായും അദ്ദേഹത്തിന് നമ്മുടെ അടുക്കൽ സാമീപ്യവും മടങ്ങിവരാൻ ഉത്തമമായ സ്ഥാനവുമുണ്ട്. ദാവൂദ് നബിക്കുമേൽ ആരോപിക്കപ്പെട്ട വൻ പാപങ്ങൾ ഖുർആൻ നിഷേധിക്കുക മാത്രമല്ല, തന്റെ പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്ത ബോധമുള്ളവനും തനിക്ക് പറ്റുന്ന ചെറിയ തെറ്റുകളിൽ പോലും അള്ളാഹുവിനോട് പാപമോചനം തേടുന്ന പ്രിയദാസനായാണ് ഖുർആൻ അദ്ദേഹത്തെ മഹത്വപ്പെടുത്തിയത്. നോഹ പ്രവാചകനുമേലുള്ള മദ്യപാന ആരോപണം. ബൈബിൾ വിവരിക്കുന്നതു പ്രകാരം മഹാപ്രളയത്തിനു ശേഷം നോഹ ഒരു മുന്തിരിത്തോട്ടം നട്ടുവളർത്തുകയും അതിൽ നിന്ന് വീഞ്ഞുണ്ടാക്കുകയും അത് പാനം ചെയ്തതുമൂലം ലഹരി ബാധിക്കുകയും ചെയ്തു എന്നാണ്. ഉൽപ്പത്തി 9:20-21. നോഹ കൃഷി ചെയ്യാൻ തുടങ്ങി, ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. അവൻ അതിലെ വീഞ്ഞു കുടിച്ചു, ലഹരി പിടിച്ചു, തന്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നു. അച്ചടക്കബോധമുള്ള, സ്വന്തമായി ഒരു ഭീമൻ കപ്പൽ പണിയുകയും ചെയ്ത മഹാനായ പ്രവാചകൻ പ്രളയാനന്തരം അച്ചടക്കബോധവും ആത്മനിയന്ത്രണവും നഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കൽ വളരെ പ്രയാസവും അവിശ്വസനീയവുമാണ്. തുടർന്ന് ബൈബിൾ വിവരിക്കുന്നത് നോഹയുടെ ഇളയ മകൻ ഹാം തന്റെ മറ്റു സഹോദരങ്ങളോട് മദ്യലഹരിയിൽ കിടക്കുന്ന പിതാവിന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞെന്ന് നോഹ അറിഞ്ഞപ്പോൾ അദ്ദേഹം ഹാമിന്റെ മക്കളെ ശപിച്ചു എന്നാണ്. ഉൽപ്പത്തി 9:24-25. നോഹ ലഹരി വിട്ടുണർന്നപ്പോൾ തന്റെ ഇളയമകൻ ചെയ്തത് അറിഞ്ഞു. അപ്പോൾ അവൻ, കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തന്റെ സഹോദരങ്ങൾക്ക് അധമദാസനായി തീരും എന്ന് പറഞ്ഞു. ഇവിടെ നോഹയുടെ പെരുമാറ്റത്തെ ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഇനി നോഹ ശപിച്ചത് ഒരു വാദത്തിനു വേണ്ടി നീതീകരിച്ചാൽ പോലും കുറ്റം ചെയ്ത ഹാമിനെ ശപിക്കുന്നതിനു പകരം നിരപരാധിയായ ഹാമിന്റെ മകൻ കനാനെ ശപിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. എന്നാൽ ബൈബിളിൽ നിന്ന് വ്യത്യസ്തമായി തന്റെ അനുചരന്മാരോടൊപ്പം പേടകത്തിൽ കയറാൻ വിസമ്മതിച്ച് അവസാനം പ്രളയത്തിൽ അകപ്പെട്ടു പോയ തന്റെ മകനെയോർത്ത് ദുഃഖിക്കുന്ന പിതാവിനെയാണ് നോഹയിലൂടെ ഖുർആനിൽ കാണാൻ കഴിയുന്നത്. ഖുർആൻ അധ്യായം 11. പർവ്വതതുല്യമായ തിരമാലകൾക്കിടയിലൂടെ അത് അഥവാ കപ്പൽ അവരെയും കൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നോഹ് തന്റെ മകനെ വിളിച്ചു. അവൻ അകലെ ഒരു സ്ഥലത്തായിരുന്നു. എന്റെ കുഞ്ഞുമകനെ, നീ ഞങ്ങളോടൊപ്പം കയറിക്കൊള്ളുക. നീ സത്യനിഷേധികളുടെ കൂടെ ആയിപ്പോകരുത്. അവർ രണ്ടുപേർക്കുമിടയിൽ തിരമാല മറയിട്ടു. അങ്ങനെ അവൻ മുക്കി നശിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായി. നോഹ് തന്റെ രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ രക്ഷിതാവേ, എന്റെ മകൻ എന്റെ കുടുംബാംഗങ്ങളിൽപ്പെട്ടവൻ തന്നെയാണല്ലോ. തീർച്ചയായും നിന്റെ വാഗ്ദാനം സത്യമാണെന്നും നീ വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല വിധികർത്താവുമാണ്. നോഹ മദ്യപിച്ചു ലക്കുകെട്ട അവസ്ഥയിൽ കിടക്കുകയും ഒരു കുറ്റവും ചെയ്യാത്ത തന്റെ പേരമക്കളെ ശപിക്കുകയും ചെയ്തെന്ന് ബൈബിൾ വിവരിക്കുമ്പോൾ ഇതിനെല്ലാം വ്യത്യസ്തമായി ഖുർആനിൽ നോഹ എന്ന നൂഹ് നബി ദൈവത്തിന്റെ മഹാനായ പ്രവാചകനും ജനങ്ങൾക്കിടയിലെ നേതാവും പ്രളയത്തിൽപ്പെട്ട് മരിച്ച തന്റെ മകനെക്കുറിച്ചുള്ള ദുഃഖത്തിലും എല്ലാ വേദനകളും ദൈവത്തിൽ അർപ്പിക്കുന്ന ഒരു പിതാവുമായാണ് കാണാൻ കഴിയുന്നത്. ഇയ്യോബ് പ്രവാചകനും അദ്ദേഹത്തിനുമേൽ ആരോപിക്കപ്പെട്ട ദൈവനിന്ദയും. ഇയ്യോബ് അഥവാ അയ്യൂബ് നബി അതികഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയനായ ഒരു പ്രവാചകനായാണ് ഖുർആനും ബൈബിളും വിവരിക്കുന്നത്. ബൈബിളിൽ അദ്ദേഹത്തിന്റെ കഥ തുടങ്ങുന്നത് തന്നെ ദൈവം അദ്ദേഹത്തിന്റെ സൽസ്വഭാവത്തെയും നീതിബോധത്തെയും പ്രകീർത്തിച്ചുകൊണ്ടാണ്. ദൈവം സാത്താനോട് പറഞ്ഞു, ഇയ്യോബ് 1:8, എന്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടിവച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് അരുളി ചെയ്തു. എന്നാൽ സാത്താന്റെ മറുപടി, ദൈവം ഇയ്യോബിന് കഷ്ടതകൾ ഇല്ലാത്ത നല്ലൊരു ജീവിതം കൊടുത്തതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം നന്ദിയുള്ളവനായത്. ഒപ്പം സാത്താൻ ഒരു പ്രവചനം കൂടി നടത്തുന്നു. ദൈവം അദ്ദേഹത്തെ കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയനാക്കുകയാണെങ്കിൽ ഇയ്യോബ് ദൈവത്തെ എതിർക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തേനെ എന്ന് പ്രവചിക്കുകയും വെല്ലുവിളി നടത്തുകയും ചെയ്തു. ഇയ്യോബ് 2:4. സാത്താൻ യഹോവയോട്, നിന്റെ കൈനീട്ടി അവന്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക, അവൻ നിന്റെ മുഖത്തു നോക്കി ത്യജിച്ചു പറയും എന്നുത്തരം പറഞ്ഞു. ദൈവം ഇയ്യോബിനെ പരീക്ഷിക്കുവാൻ സാത്താന് അനുവാദം നൽകി. ഇയ്യോബിനുമേൽ പരീക്ഷണങ്ങൾ വന്നിറങ്ങിയപ്പോൾ സാത്താൻ പ്രവചിച്ചതുപോലെ പരീക്ഷണങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, പലതവണ ദൈവനിന്ദ നടത്തുകയും ചെയ്തു. ഇയ്യോബ് 19:6. ദൈവം എന്നെ മറിച്ചുകളഞ്ഞു, തന്റെ വലയിൽ എന്നെ കുടുക്കിയിരിക്കുന്നു എന്നറിയുവിൻ. ഇയ്യോബ് 34:5. ഞാൻ നീതിമാൻ, ദൈവം എന്റെ ന്യായം തള്ളിക്കളഞ്ഞു, എന്റെ ന്യായത്തിനെതിരെ ഞാൻ ബോഷ്കോ പറയുകയാണോ? ഇയ്യോബ് 34:9. ദൈവത്തോട് രഞ്ജനയായിരിക്കുന്നതുകൊണ്ട് മനുഷ്യന് പ്രയോജനമില്ലെന്ന് അവൻ പറഞ്ഞു. ഈ കഥയിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമതായി, ദൈവത്തിന്റെ ഒരു പ്രവാചകൻ ദൈവനിന്ദ നടത്തുന്നു എന്നത് ഏറ്റവും മോശമായ പാപങ്ങളിൽപ്പെട്ടതാണ്.
മറ്റൊരു വലിയ പ്രശ്നം ഇവിടെ സാത്താൻ ഇയ്യോബ് പ്രവർത്തിച്ച ദൈവനിന്ദ കൃത്യമായി പ്രവചിക്കുന്നത് വഴി ദൈവത്തെക്കാൾ കൂടുതൽ അറിവുള്ളവൻ സാത്താൻ ആണെന്ന് പറയേണ്ടി വരും. ഇയ്യോബിന്റെ കഥയുടെ ആദ്യ ഭാഗത്ത് ദൈവം പറഞ്ഞത് ഓർക്കുക. ദൈവഭയമുള്ളവനും തിന്മയെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഉത്തമ മനുഷ്യനായി ദൈവം ഇയ്യോബിനെ പ്രശംസിക്കുമ്പോൾ ദൈവത്തെ സാത്താൻ വെല്ലുവിളിക്കുകയും ഇയ്യോബ് ദൈവനിന്ദ നടത്തുമെന്ന് പ്രവചിക്കുകയും ചെയ്തു. ഇയ്യോബിന്റെ ആ പ്രവൃത്തി മൂലം ദൈവത്തിന് അദ്ദേഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തെറ്റായിരുന്നു എന്ന് സാത്താൻ തെളിയിക്കുകയും ചെയ്തു. പല പരിമിതികൾ ഉള്ള ഒരു സൃഷ്ടി മാത്രമായ സാത്താന് എങ്ങനെയാണ് എല്ലാത്തിന്റെയും സൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തെക്കാൾ കൂടുതൽ അറിവും ഉൾക്കാഴ്ചയും ഉണ്ടാവുക? ഈ പ്രശ്നങ്ങളും വൈകല്യങ്ങളും ഏതാനും ചില വചനങ്ങളിലൂടെ ഖുർആൻ പരിഹരിക്കുന്നു. ഖുർആൻ പ്രകാരം ഇയ്യോബ് അഥവാ അയ്യൂബ് നബി ദൈവനിന്ദ എന്ന വൻ പാപം പ്രവർത്തിച്ചില്ല എന്ന് മാത്രമല്ല, തനിക്ക് വന്ന പരീക്ഷണങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുന്നു. ഖുർആൻ അധ്യായം 38 വചനം 41. നമ്മുടെ ദാസനായ അയ്യൂബിനെ ഓർമ്മിപ്പിക്കുക. പിശാച്ച് തനിക്ക് അവശതയും പീഡനവും ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് തന്റെ രക്ഷിതാവിനെ വിളിച്ച് അദ്ദേഹം പറഞ്ഞ സന്ദർഭം. ഇവിടെ അത്ര കഠിന പരീക്ഷണങ്ങളിൽ പോലും ക്ഷമ കൈക്കൊണ്ട തന്റെ പ്രിയദാസൻ അയ്യൂബ് നബിയെ അള്ളാഹു പ്രശംസിക്കുന്നു. ഖുർആൻ അധ്യായം 38 വചനം 44. തീർച്ചയായും അദ്ദേഹത്തെ നാം ക്ഷമാശീലനായി കണ്ടു. വളരെ നല്ല ദാസൻ. തീർച്ചയായും അദ്ദേഹം ഏറെ ഖേദിച്ചു മടങ്ങുന്നവനാകുന്നു. ഖുർആനിൽ പരാമർശിക്കുന്ന ഇയ്യോബിന്റെ ക്ഷമാശീലവും സൽസ്വഭാവവും പോലെയാണ് ദൈവത്തിന്റെ ഏതൊരു പ്രവാചകനിലും നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവാചക കഥകളെക്കുറിച്ചുള്ള വിശകലനം. ഖുർആനും ബൈബിളും പ്രവാചകത്വം എന്ന ആശയത്തെ വളരെ മഹത്വപൂർണമായിട്ടാണ് കാണുന്നത്. എന്നാൽ ഈ രണ്ട് ഗ്രന്ഥങ്ങളിലും പ്രവാചക കഥകൾ നാം സൂക്ഷ്മമായി താരതമ്യം ചെയ്താൽ ഖുർആൻ മാത്രമാണ് ദൈവത്തിന്റെ പ്രവാചകരെ പ്രവാചകത്വം എന്ന ആശയത്തോട് നീതി പുലർത്തുന്ന രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. പ്രവാചകർക്ക് ചെയ്യാൻ കഴിയാത്ത വലിയ പാപമൊന്നുമില്ല എന്ന വളരെ മോശമായ രീതിയിൽ ബൈബിൾ അവരെ ചിത്രീകരിക്കുന്നു. എന്നാൽ അതേ ബൈബിൾ തന്നെ മറ്റൊരിടത്ത് പറയുന്നത് ഇങ്ങനെയാണ്. തിമോത്തിയാസ് അധ്യായം 3 16 17 വചനങ്ങൾ. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യർ സകല സൽപ്രവൃത്തിക്കും വകപ്രാപിച്ചു തികഞ്ഞവർ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. വിഗ്രഹാരാധന, കൊലപാതകം, വ്യഭിചാരം, ദൈവനിന്ദ തുടങ്ങിയ വൻ പാപങ്ങൾ ദൈവത്തിന്റെ പ്രവാചകർ ചെയ്തു എന്ന് പ്രസ്താവിക്കുന്ന ബൈബിൾ കഥകളിൽ നിന്ന് എന്ത് ധാർമ്മികതയാണ് സ്വീകരിക്കാൻ കഴിയുന്നത്? ദൈവിക കൽപ്പനകൾ പിന്തുടരാൻ വളരെ എളുപ്പമാണെന്നാണ് ബൈബിൾ പ്രസ്താവിക്കുന്നത്. ആവർത്തനം 30:11. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല, ദൂരമായുള്ളതുമല്ല. ഇവിടെ പ്രവാചകനെന്നോ സാധാരണക്കാരനെന്നോ ഒരു വേർതിരിവുമില്ലാതെ സകല ഇസ്രായേലിയർക്കുമായിട്ടാണ് ഈ സന്ദേശം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ ദൈവകൽപ്പനകൾ മുറുകെ പിടിക്കാനും ജനങ്ങൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാനും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാർ പോലും ഏറ്റവും അടിസ്ഥാനമായ കൽപ്പനകൾ പോലും പാലിക്കുന്നതിൽ പരാജയപ്പെട്ടെങ്കിൽ പിന്നെങ്ങനെയാണ് ഇസ്രായേലിയർ ഈ കൽപ്പനകൾ പാലിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്? ഇത് ദൈവത്തെ പരിഹാസ്യനാക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഖുർആനിന്റെ മറ്റൊരു നാമം ഫുർഖാൻ എന്നാണ്. സത്യവും മിഥ്യയും വേർതിരിച്ചറിയാനുള്ള മാനദണ്ഡം എന്നാണ് അതിന്റെ അർത്ഥം. ഖുർആൻ മുൻ വേദഗ്രന്ഥങ്ങളെ സ്ഥിരീകരിക്കുക മാത്രമല്ല, അവയിൽ പിൻകാലഘട്ടത്തിൽ കടന്നുകൂടിയ വൈകല്യങ്ങളെ തിരുത്തുകയും ചെയ്യുന്നു. ഖുർആൻ അധ്യായം 5 വചനം 48. നബിയെ, നിനക്കിതാ സത്യപ്രകാരം വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. അതിന്റെ മുമ്പിലുള്ള വേദഗ്രന്ഥങ്ങളെ ശരിവെക്കുന്നതും അവയെ കാത്തു സംരക്ഷിക്കുന്നതുമത്രേ അത്. അതിനാൽ നീ അവർക്കിടയിൽ നാം അവതരിപ്പിച്ചു തന്നതനുസരിച്ച് വിധി കൽപ്പിക്കുക. നിനക്ക് വന്നുകിട്ടിയ സത്യത്തെ വിട്ട് നീ അവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റിപ്പോകരുത്. ബൈബിളിൽ പരിശുദ്ധരും സന്മാർഗികളുമായ ദൈവത്തിന്റെ പ്രവാചകർക്കുമേൽ ആരോപിക്കപ്പെട്ട അപവാദങ്ങളിൽ നിന്നും അന്യായങ്ങളിൽ നിന്നും ഖുർആൻ അവരെ പ്രതിരോധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവത്തോട് കൂടുതൽ അടുക്കാനും പരലോക വിജയം നേടാനും ഉത്തമ മാതൃകകൾ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് ഖുർആൻ ഏറ്റവും ഉത്തമ മാർഗത്തിലേക്ക് വഴി തെളിയിക്കുന്നു.